ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെയിലി ബയസ് നോക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഓൾറെഡി ഞാൻ ഡെയിലി ബയസിനെ കുറിച്ച് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ എന്നിട്ടും കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു മെത്തേഡ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. സോ അതുകൊണ്ട് മാത്രം നിങ്ങളൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഇത് ആരും നിർബന്ധം ഞാൻ പറയുന്നില്ല ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന്. കാരണം മാർക്കറ്റിൽ കുറേ തരത്തിലുള്ള ഡെയിലി ബയസ് നോക്കാനുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഏത് വേണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ എടുത്തിരിക്കുന്ന യൂറോ യുഎസ്ഡിൻ്റെ 1 ഡേ ചാർട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഡ്രോ ചെയ്ത് കാണാൻ പറ്റും. മാർക്കറ്റ് ലോ എടുത്തതിന് ശേഷം പിന്നെ ഒരു ഹൈയിലേക്കാണ് പോയിട്ടുള്ളത്. കാരണം മാർക്കറ്റ് എപ്പോഴും മൂവ് ആകുന്നത് ER ടു IRലായിരിക്കും. മാർക്കറ്റ് ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു IRലേക്ക് പോകണം, ഇൻറ്റേർണലോട്ട്. ഇവിടെ ഓൾറെഡി ഒരു FEG ഇല്ലാത്തതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഹൈയിലോട്ടാണ് പോയിരിക്കുന്നത്. സോ അതെടുത്തു. അതിന് ശേഷം നെക്സ്റ്റ് ഒരു ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഒരു ലോയും ക്രിയേറ്റ് ചെയ്തു താഴെ. ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ച ലോ. സോ മാർക്കറ്റ് അതിലോട്ട് പിന്നെ വന്ന് സ്വീപ്പ് ചെയ്താണ് മുകളിലോട്ട് പോയത്. പിന്നെ ഇപ്പോൾ മാർക്കറ്റ് ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹൈയും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മേ ബി മാർക്കറ്റ് FEG വന്ന് ടാപ്പ് ചെയ്തിട്ട് പിന്നെ ഹൈയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇല്ല ഡയറക്റ്റായിട്ട് തന്നെ അവിടെ ഒരു എന്തെങ്കിലും ഒരു POE കണ്ടെത്തി അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയ കണ്ടെത്തി ഹൈയിലോട്ട് തന്നെ പോകാനുള്ള ചാൻസാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പേഴ്സണലി ഡെയിലി ബയസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മനസ്സിലായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ ബൈ.